ചെറുവള്ളി എസ്റ്റേറ്റിന്റെ അവകാശ തർക്ക കേസിൽ സർക്കാർ മനഃപൂർവ്വം തോറ്റുകൊടുത്തതാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ.വി. ബാബു. കേസ് കൃത്യമായി വാദിച്ചിരുന്ന സുശീല ഭട്ടിനെ മാറ്റിയത് മുതൽ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. കൃത്യമായ വാദങ്ങളോ പ്രധാന തെളിവുകളോ സർക്കാർ കോടതിയിൽ നൽകിയില്ല. സുശീല ഭട്ടിനെ തിരിച്ചെത്തിച്ച് കേസ് ജയിക്കാൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ആർ.വി. ബാബു ആവശ്യപ്പെട്ടു. ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കക്കേസിൽ പാലാ കോടതിയിൽ സർക്കാർ മനഃപൂർവ്വം തോറ്റുകൊടുത്തതാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ.വി. ബാബു പറഞ്ഞു. പ്രധാനപ്പെട്ട ഒരു വാദമുഖങ്ങളും സർക്കാർ കോടതിയിൽ ഉന്നയിച്ചില്ല. നിർണായക രേഖകളും കോടതി സമക്ഷം നൽകിയില്ല. അയന ചാരിറ്റബിൾ ട്രസ്റ്റ് പറയുന്ന അവരുടെ വാദഗതികളെ ലംഘിക്കുന്ന അല്ലെങ്കിൽ അതിനെ മറികടക്കാവുന്ന രേഖകൾ ഹാജരാക്കി ഈ കേസ് വിജയിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി സർക്കാർ പാലാ സബ് കോടതിയിൽ മൂവ് ചെയ്തിട്ടില്ല. വേണ്ടത് രേഖകൾ രാജമാണിക്യം കമ്മീഷൻ്റെ കയ്യിലുള്ള രേഖകളോ അല്ലെങ്കിൽ സുശീല ഭട്ടിൻ്റെ കയ്യിലുള്ള രേഖകളോ ഒന്നും ഹാജരാക്കാതെ അല്ലെങ്കിൽ അതിന് വേണ്ടത്ര രീതിയിൽ പ്രാമുഖ്യം കൊടുക്കാതെ ഈ കേസ് മനഃപൂർവ്വം തോറ്റുകൊടുക്കുകയാണ് ചെയ്തത്. കേസ് ഏറ്റവും കൃത്യമായി നടത്തിയിരുന്ന സുശീല ഭട്ടിനെ തുടക്കത്തിൽ തന്നെ ഒഴിവാക്കി. ഇതിന് പിന്നിൽ വലിയ ഒത്തുകളി ഉണ്ടായിരുന്നു. സുശീല ഭട്ടിനെ ഈ കേസിന്റെ ചുമതലയിൽ നിന്ന് മാറ്റി വേറൊരു വക്കീലിനെ, ഈ കേസുമായിട്ട് യാതൊരു തരത്തിലും പഠിക്കാത്ത ഒരു വക്കീലിനെ ഈ കേസ് ഏൽപ്പിക്കുകയും ഇതിനോട് ഒരു കമ്മിറ്റ്മെന്റും പുലർത്താത്ത ഒരു വക്കീലിനെ ഇതിലേക്ക് കൊണ്ടുവരികയും ചെയ്തതോട് കൂടിയിട്ട് തന്നെ ഈ കേസിനെ സംബന്ധിച്ചുള്ള, ഈ ഭൂമിയെ സംബന്ധിച്ചുള്ള സർക്കാരിന്റെ സമീപനം എന്താണെന്ന് വ്യക്തമായിരുന്നു. സർക്കാർ മേൽക്കോടതിയെ സമീപിച്ച് കേസ് കൃത്യമായി നടപ്പാക്കണം. സ്വന്തം ഭൂമി തിരിച്ചുപിടിക്കാനുള്ള ആർജവം സർക്കാർ കാണിക്കണമെന്നും ആർ.വി. ബാബു ആവശ്യപ്പെട്ടു. ലക്ഷക്കണക്കിന് വരുന്ന ഭൂരഹിതരെ വഞ്ചിച്ചുകൊണ്ടുള്ള സർക്കാരിൻ്റെ നടപടി ഇത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു നടപടിയാണ്. ഇതിൽ നിന്നും സർക്കാർ ഉടനെ തന്നെ പിൻവാങ്ങിക്കൊണ്ട് നല്ല ഒരു വക്കീലിനെ, വേണ്ടി വന്നാൽ സുശീല ഭട്ടിനെ തന്നെ കൊണ്ടുവന്നുകൊണ്ട് ഈ കേസ് ശരിയായ രീതിയിൽ വാദിച്ച് സർക്കാരിൻ്റെ ഭൂമി തിരികെ വാങ്ങാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കണം. ജനം, കൊച്ചി.